മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കായിക വിനോദമാണ് ഫുട്ബോൾ. ലോകത്തെവിടെയാണെങ്കിലും മലയാളികളുടെ ഫുട്ബോൾ പ്രണയത്തിന് അതിരുകളില്ല. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം എന്ന പ്രവാസി കൂട്ടായ്മ അണിയിച്ചൊരുക്കുന്ന ഒരു ഫുട്ബോൾ മാമാങ്കം നടക്കുന്നുണ്ട്. 27 ടീമുകളെ അണിനിരത്തിയാണ് ഈ വലിയ ഫുട്ബോൾ മത്സരം നടക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സുൽഫിക്കർ ഒത്തായി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സൗദി അറേബ്യയിലെ പ്രവാസി മലയാളികളുടെ ചരിത്രം പറയുമ്പോൾ, വിശിഷ്യ ജിദ്ദയുടെ ചരിത്രം അനാവരണം ചെയ്യുമ്പോൾ, ജിദ്ദയിലെ സിഫ് എന്ന സംഘടനയും അവർ നേതൃത്വം നൽകുന്ന ഫുട്ബോൾ ടൂർണമെന്റുകളുടെ ചരിത്രവും ഒഴിവാക്കാൻ സാധിക്കില്ല. 1970കളിൽ തുടക്കം കുറിച്ച സൗദി പ്രവാസത്തിന്റെ ഭാഗമായി ജിദ്ദയിലെത്തിയ മലയാളി സമൂഹത്തിന് ഫുട്ബോൾ എന്നത് ജീവശ്വാസമായിരുന്നു. 1980കളിൽ ജിദ്ദയിലെ മദീന റോഡിലെ കാക്കി ഗ്രൗണ്ട് ആയിരുന്നു മലയാളികളുടെ പ്രധാന കളിയിടം. സെവൻസ് ആയിരുന്നു ആ ചെറിയ ഗ്രൗണ്ടിൽ നടന്നിരുന്നത്. നല്ല കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുക, നല്ല ഫുട്ബോൾ മത്സരം കാഴ്ചവെക്കുക, ദിവസം മുഴുവൻ കഠിന ജോലി ചെയ്തിരുന്ന പ്രവാസികൾക്ക് മാനസികോല്ലാസം നൽകുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് ഒരു കൂട്ടം ഫുട്ബോൾ സ്നേഹികൾ രംഗത്തിറങ്ങിയാണ് സിഫിന് തുടക്കമാകുന്നത്. 1995 ഡോക്ടർ അബ്ദുള്ള മൂപ്പന്റെ നേതൃത്വത്തിൽ പിറവിയെടുത്ത സംഘടനയാണ് സിഫ്, സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം. ഡോക്ടർ അബ്ദുള്ള മൂപ്പൻ, അഹമ്മദ് കുട്ടി, സലിം ആനക്കയം, യൂസഫ് കുട്ടി, പോൾസൺ വല്ലഞ്ചിറ, മുഹമ്മദ് അലി, അബ്ദുൽ സലാം, ഉസ്മാൻ ഇരുമ്പുഴി എന്നിവരാണ് സിഫിന് തുടക്കം കുറിച്ചത്. ഇതിൽ ഉസ്മാൻ അമൃത ന്യൂസിന്റെ സൗദിയിലെ ആദ്യ റിപ്പോർട്ടർ കൂടിയാണ്. 16 ടീമുകളുമായി തുടങ്ങിയ സിഫ് ടൂർണമെന്റിൽ ഇന്ന് 32 ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 27 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ബി ഡിവിഷനും എ ഡിവിഷനും ഡി ഡിവിഷനും ആയി 3 തരംതിരിച്ചിട്ടുള്ള ടൂർണമെന്റുകളാണ് ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇന്ന് 9 ആഴ്ചകളിൽ ഈ സ്റ്റേഡിയത്തിലും ഒരാഴ്ച പുറത്തുമായി 10 ആഴ്ച സിഫിന്റെ ടൂർണമെന്റ് ഈ കൊല്ലം നടക്കുകയാണ്. നല്ല മത്സരങ്ങൾ കാണുവാൻ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ സ്റ്റേഡിയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നാട്ടിൽ നിന്ന് എല്ലാ ക്ലബ്ബുകളും നല്ല കളിക്കാരെ കൊണ്ടുവന്ന് ടൂർണമെന്റിന്റെ യശസ് ഉയർത്താൻ വേണ്ടി എല്ലാവരും മെനക്കെട്ടിട്ടുണ്ട്. 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ സിഫിന്റെ യാത്രയിൽ പ്രമുഖരായ സുലൈമാൻ സേഠ്, പി കെ കുഞ്ഞാലിക്കുട്ടി, ഇ ടി മുഹമ്മദ് ബഷീർ, വിജയരാഘവൻ, ടി കെ ഹംസ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും നാദിർ ഷാ, ഉണ്ണി മുകുന്ദൻ സിദ്ദിഖ്, ഹരീഷ് കണാരൻ, നൂറ അയ്യൂബ് തുടങ്ങിയ സെലിബ്രിറ്റികളും ഭാഗവാക്കായിട്ടുണ്ട്. ഫുട്ബോളിന്റെ സമഗ്രമായ വികസനമാണ് സിഫ് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രവാസ ജീവിതം നയിക്കുന്ന പ്രവാസികളായ ആളുകളുടെ പ്രവാസത്തിലെ വിരഹം മാറ്റുന്നതിന് വേണ്ടി സിഫ് നടത്തുന്ന ടൂർണമെന്റ് എന്തുകൊണ്ടും പ്രശംസനീയമാണ്. ചെറിയ ഗ്രൗണ്ടുകളിൽ നിന്നും തുടങ്ങി ഇന്ന് ജിദ്ദയിലെ ജാമിയ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം പോലുള്ള മികച്ച സ്റ്റേഡിയങ്ങളിലാണ് സിഫ് ടൂർണമെന്റ് നടക്കുന്നത്. ഈ വർഷത്തെ ഫുട്ബോൾ ടൂർണമെന്റിന് പ്രസിഡന്റ് ബേബി നിലാംബ്ര, ജനറൽ സെക്രട്ടറി നിസാം മുമ്പാട്, അൻവർ വല്ലാഞ്ചിറ, മുഖ്യ രക്ഷാധികാരി നാസർ ശാന്തപുരം, അഡ്വൈസറി ചെയർമാൻ അബ്ദുൽ സലാം എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. 3 മാസത്തോളം ഇനി സിഫ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആരവം ജിദ്ദയിൽ മുഴങ്ങും. വീറും വാശിയും മുറ്റി നിൽക്കുന്ന നാട്ടിലെ ISL, സന്തോഷ് ട്രോഫി, ഐ ലീഗ് ഇവിടങ്ങളിലൊക്കെ എല്ലാ പ്ലെയേഴ്സും ഇവിടെ ഈ കളിക്കളത്തിൽ വന്ന് അവരുടെ എല്ലാ നിലക്കും ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് സിഫ് ഈ ഫുട്ബോൾ മാമാങ്കം ഇവിടെ അണിയിച്ചൊരുക്കുന്നത്. എല്ലാ ഇന്റർനാഷണൽ ഫിഫ റൂൾസാണ് സിഫ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഫുട്ബോൾ, അതായത് എല്ലാ നിലക്കും ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന ഒരു മലയാളി സമൂഹമാണ് ഇവിടെ ഉള്ളത്. ഈ വർഷത്തെ ടൂർണമെന്റിന്റെ കപ്പ് റിലീസ്, ഫിക്സ്ചർ റിലീസ് എന്നിവ കഴിഞ്ഞ വാരത്തിൽ ജിദ്ദയിലെ ഖുബ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. വ്യവസായ പ്രമുഖൻ VP മുഹമ്മദ് അലി ആയിരുന്നു ഉദ്ഘാടകൻ. അബ്ദുൽ നാഫി കുപ്പനത്താണ് കപ്പ് റിലീസ് നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഫുട്ബോൾ ഉദ്ഘാടന പരിപാടിയിൽ നടന്ന മാർച്ച് പാസ്റ്റിൽ 27 ടീമുകളും ജിദ്ദയിലെ നിരവധി സംഘടനകളും പങ്കെടുത്തു. സൗദിയിലെ എല്ലാ പ്രവിശ്യകളിലെയും ടീമുകൾ ഈ ഒരു ചാമ്പ്യൻസ് ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തവണ മാറ്റിവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തന്നെ കായിക പ്രേമികൾക്ക് അടുത്ത 12 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ജനുവരി 9 ഇതിൻ്റെ ഫൈനൽ മത്സരം ഇതേ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത്. ചാമ്പ്യൻസ് ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകളുടെ വളരെ വിശാലമായിട്ടുള്ള ഒരു മാർച്ച് പാസ്റ്റോടു കൂടി ആരംഭിച്ച ഈ ഒരു മത്സരങ്ങൾ 21ാമത് ചാമ്പ്യൻസ് ലീഗ് വ്യത്യസ്തമായ അനുഭവമായിരിക്കും നൽകുക എന്നുള്ളത് നമുക്കേവർക്കും പ്രതീക്ഷിക്കാം.
ഇന്ത്യൻ സൂപ്പർ ലീഗ്, ഐ ലീഗ്, സന്തോഷ് ട്രോഫി മത്സരങ്ങളിൽ കളിച്ച താരങ്ങൾ ഉൾപ്പെടെ നിരവധി ദേശീയ, അന്തർദേശീയ കളിക്കാർ സിഫ് ടൂർണമെന്റുകളിൽ വിവിധ ടീമുകൾക്കായി കളിക്കാറുണ്ട്. സിഫ് എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പലരും ഇന്ന് സൗദി അറേബ്യയിൽ ഇല്ല. ചിലർ നാട്ടിലേക്ക് മടങ്ങി. ഡോക്ടർ അബ്ദുള്ള മൂപ്പൻ അടക്കം സിഫുമായി സഹകരിച്ച പലരും ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. എങ്കിലും തുടക്കമിട്ട അബ്ദുൾ സലാം, സിഫിനെ സാമ്പത്തികമായി അകമഴിഞ്ഞ് സഹായിച്ച വ്യവസായ പ്രമുഖരായ VP മുഹമ്മദ് അലി, ആലിംഗൽ മുഹമ്മദ് തുടങ്ങിയവർ ഇന്നും താങ്ങും തണലുമായി തുടരുന്നു. 30 വർഷത്തോളമായിട്ട് ഞാൻ സൗദി അറേബ്യയിലുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം കൂടുതൽ ബിസിനസ്സും കാര്യങ്ങളായിട്ട് നാട്ടിലാണുള്ളത്. ഇപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ഷോർട്ട് വിസിറ്റിന് പ്രത്യേകിച്ച് ഈ സിഫിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ്. സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം ശരിക്ക് സത്യത്തിൽ നമ്മുടെ ഈ ഫുട്ബോൾ കളിക്കാർക്കും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്തു പോകുന്നത്. 3 പതിറ്റാണ്ടിന്റെ യാത്രയിൽ സിഫിന്റെ പ്രധാന പദവികൾ അലങ്കരിച്ചിരുന്ന ഹിഫ്സുർ റഹ്മാൻ, അലവി ആറുവീട്ടിൽ, അസ്ലം ചേരത്ത്, TP അഹമ്മദ്, അബ്ദുൽ ഗനി, മുഹമ്മദ് മുസ്ലിയാരകത്ത്, ഷബീർ അലി ലെവ തുടങ്ങിയവരെയും ഓർമ്മിക്കുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രവാസി ഫുട്ബോൾ ഭരണ സംവിധാനങ്ങളിൽ ഒന്നാണ് സിഫ് എന്നതും അഭിമാനകരമാണ്. സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ ബുത്തൂല, അക്ബർ ബുത്തൂല മുത്തവസ്സത്തുൽ ഖലീജ്, മാഷാ അല്ലാഹ് അലൈ, എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ആദരപൂർവ്വം ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഈ വർഷം നടത്തുന്ന ഈ കളി നിങ്ങൾക്ക് കണ്ടാസ്വദിക്കാൻ പറ്റുന്ന വ്യത്യസ്ത രീതിയിൽ ഒരുപാട് കളിക്കാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സിഫ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്ന മാമാങ്കത്തിൽ സൗദി ടീമുമായിട്ട് സഹകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വലിയ അവസരങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ നടക്കുന്ന മത്സരങ്ങൾ 10 ആഴ്ചകളോളം നീണ്ടു നിൽക്കും. 675ഓളം കളിക്കാരാണ് ഇത്തവണത്തെ ടൂർണമെന്റിൽ ബൂട്ടണിയുന്നത്. ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും. സെലിബ്രേറ്റിംഗ് 40 years of trust and legacy. Sona Gold and Diamonds, Saudi Arabia, Bahrain, Oman.